ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്തിരിക്കുന്ന ഡിഷ് ചീസ് ബോളാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻറ്റും ഒരു യമ്മി ആയിട്ടുള്ള സ്നാക്കാണ്. പിള്ളേർക്ക് ഇഷ്ടപ്പെടും, എല്ലാവരും ചെയ്തു കൊടുക്കണം. ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ബോൾ എടുക്കാം. ഇതിൽ നമ്മൾ സ്മാഷ്ഡ് പൊട്ടാറ്റോസ് ആഡ് ചെയ്യാം. അവിച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ആഡ് ചെയ്യാം ഫസ്റ്റ്. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാനുള്ളത് ക്യാരറ്റ്, ഒരു കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളത് ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം. അടുത്ത ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ്, പിന്നെ ഒരു സ്പൂണ് പച്ചമുളക്, ഒരു സ്പൂൺ വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാനുള്ള ഓർഗാനോ പൗഡർ. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ബോട്ടിലിൽ തന്നെ. അപ്പോൾ ഇത് ഒരു സ്പൂണ് ആഡ് ചെയ്യാം ഓർഗാനോ. നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ചില്ലി ഫ്ലേക്സ്, ഇതും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ചില്ലി ഫ്ലേക്സ് ഒന്നും വാങ്ങിക്കാൻ കിട്ടും, ഇതും ഒരു സ്പൂണ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോണ ഒരു സ്പൂണ് കുരുമുളക്, പെപ്പർ പൗഡർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഒരു സ്പൂണ്. ഇനി നെക്സ്റ്റ് ഒരു കപ്പ് ചീസ്, നമ്മൾ സാധാ ചീസില്ലേ, അത് ഒരു കപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോണ മോസറല്ല ചീസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മോസറല്ല ചീസ് സാധാ ചീസിനെക്കാട്ടിലും ഒരു കപ്പ് കൂടുതലായിരിക്കണം. സോ മോസറല്ല ചീസും കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാത്തിനും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് ചീസാണ് എടുത്തിരിക്കുന്നത്, സാധാ ചീസ്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 കപ്പ് മോസറല്ല ചീസ് എടുക്കാം. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ല ചീസ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു ബൗൾ എടുക്കാം. ഈ ബൗളിനകത്ത് ഫസ്റ്റ് നമുക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്യാം. പിന്നെ ഒരു സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഒരു ബാറ്റർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കണം. സോ ലൂസായിട്ടുള്ള ബാറ്ററാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കാനുള്ള. ഇങ്ങനെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബാറ്റർ നല്ല ലൂസായിട്ട് നമുക്ക് ബാറ്റർ എടുക്കാം. നല്ല അതിൻ്റെ ലംസ് എല്ലാം നമുക്ക് മാറ്റി അതിനെ ലൂസാക്കി ഒരു ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസും കൂടെ റെഡിയാക്കി വെച്ചേക്കണം. ഇനി നമ്മൾ ചീസ് ബോൾസ് ആക്കിയിട്ട് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡിലും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് ഒരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റാം. അങ്ങനെ ഓരോ ബോൾസ് നമുക്ക് ബാറ്ററിലും ബ്രെഡിലും നമുക്ക് മിക്സ് ചെയ്ത് മാറ്റാം. എല്ലാ ചീസ് ബോൾസും ഞാൻ ഒരു പ്ലേറ്റിൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. പ്ലേറ്റിൽ എല്ലാ ബോൾസും എടുത്ത് റെഡിയാക്കി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഈ ബോൾസ് എല്ലാം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടാറ്റോ മാത്രമേ ഉള്ളൂ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ളത്. അതിൽ ബീൻസ് ക്യാരറ്റ് എല്ലാം നമ്മൾ റോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. സോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ക്യാരറ്റ് ബീൻസൊക്കെ വേവുള്ളൂ. അങ്ങനെ നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം അതിനകത്തുള്ള ചീസ് എല്ലാം നമുക്കിങ്ങനെ പുറത്തിങ്ങനെ ആ ബോളിൻ്റെ വെളിയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം അതിൻ്റെ അർത്ഥം അത് റെഡി ആയിട്ടുണ്ടെന്ന്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ ചീസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാർട്ടി സ്നാക്കാണ്. ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ചീസ് ബോൾസ് നമുക്ക് ഇതേപോലെ ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ചീസ് ബോൾസ് എല്ലാം വെച്ച് അതിൻ്റെ പുറത്ത് ചീസ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതും കൂടെ കാണുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.